അപ്പോൾ ഇനി നമുക്ക് ഇൻസ്ക്രൈബഡ് ആംഗിൾ തിയറത്തിന്റെ ഒരു പ്രൂഫ് ഐഡിയ നോക്കാം. ഓക്കെ, സർക്കിൾസിന്റെ നെക്സ്റ്റ് ഭാഗം നോക്ക്. ഇൻസ്ക്രൈബഡ് ആംഗിൾ തിയറം അല്ലെ, ആംഗിൾ തിയറം എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് ഇതൊരു സർക്കിൾ ആണ് വിചാരിക്കുക. ഓക്കെ, ഇതൊരു എന്താണ് സർക്കിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സർക്കിളില് ഇത് ഒരു മറ്റേ എന്താണ് ആർക്കിന്റെ ഇതൊരു വലിയ ആർക്കാണ്. ഓക്കെ, ഇനി നോക്ക്, ഇത് എവിടെ കിടക്കണത്? നമ്മുടെ സർക്കിളിന്റെ സെന്ററിലാണ് കിടക്കണമെന്ന് വിചാരിക്കുക. എന്ത് വിചാരിക്കാം? സർക്കിളിന്റെ എവിടെ കിടക്കണത്? സെന്ററിലാണ് കിടക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, നോക്ക്, ഇത് എവിടെ കിടക്കുന്നത്? സർക്കിളിന്റെ സെന്ററിലാണ് കിടക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ഇനി നോക്ക്, ഇതായിരിക്കും നമ്മുടെ ആര്? O എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതായിരിക്കും O. ഇത് A, ഇത് B. അതുപോലെ എന്താണ് ഇൻസ്ക്രൈബഡ് ആംഗിൾ പറയുമ്പോൾ ഇവിടെ അല്ലെ സർക്കംഫറൻസിൽ അതിന്റെ തല വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കാം അല്ലെ. ഇതിനെ നമുക്ക് P എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നോക്കി, ഇനി നമ്മളൊരു കാര്യം ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ഒരു OP നെയും നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തുണ്ട്? നമുക്ക് മൊത്തം 2 ട്രയാങ്കിൾ കിട്ടി അല്ലെ. ഇപ്പൊ സോൾവ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് പ്രൂവ് ചെയ്യേണ്ടത് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യണം ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ഈ പറയുന്ന OP, OA, അതുപോലെ OB, ഇവര് 3 പേരും ആരാണ്? റേഡിയസ് ആണ്. ഇവര് 3 പേരും എന്താണ്? റേഡിയൈ ആണ്. ഓക്കെ, നോക്ക്, അതായത് റേഡിയസ് ആണ്, 3 റേഡിയസ് ആണ്. നമ്മൾ റേഡിയസിനെ ഒരുമിച്ച് പറയുമ്പോൾ കൂട്ടത്തോടെ പറയുമ്പോൾ റേഡിയൈ എന്ന് പറയുന്നതാണ്. ഓക്കെ, നോക്ക്, അപ്പോ സ്വാഭാവികമായും നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഒരു സർക്കിളിലെ എല്ലാ റേഡിയസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്ക്, OP എന്തിന് ഈക്വൽ ആയിരിക്കും? OAക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ OP എന്തിനും ഈക്വൽ ആണ്? OBക്കും ഈക്വൽ ആണ്. എന്തിനും ഈക്വൽ ആണ്? OBക്കും ഈക്വൽ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നോക്ക്, ഈ 2 ട്രയാങ്കിൾ ശ്രദ്ധിച്ച നോക്ക്, ട്രയാങ്കിൾ OAPയും ട്രയാങ്കിൾ OBPയും. ഓക്കെ, ഈ 2 ട്രയാങ്കിൾ എന്താണ്? ഒരേപോലെയുള്ള ട്രയാങ്കിൾ അല്ലേ? എങ്ങനത്തെ ട്രയാങ്കിൾ ആണ്? ഒരേപോലെയുള്ള ട്രയാങ്കിൾ അല്ലേ? അപ്പൊ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം അല്ലെ. എന്ത് വിളിക്കാം? ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെ. ഇതിന്റെ ആംഗിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണെങ്കിലും എന്താണ്? ഏകദേശം ഒരേപോലെയുള്ള ട്രയാങ്കിൾസ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? ഐസോസെലസ് എന്ന് വിളിക്കാം. എന്ത് ട്രയാങ്കിൾ ആണിത്? ഐസോസെലസ് അല്ലെ. ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്. ഇത് എന്ത് ട്രയാങ്കിൾസ് ആണ്? ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഐസോസെലസ് ട്രയാങ്കിൾസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ്? ട്രയാങ്കിൾ OAPയും അതുപോലെ ട്രയാങ്കിൾ OBPയും എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെ ആകുന്ന സമയത്ത് അതിന്റെ 2 ആംഗിൾ എന്തായിക്കോട്ടെ? X ഡിഗ്രി. ഇത് X ഡിഗ്രിയും ഇത് Y ഡിഗ്രിയും ആയിക്കോട്ടെ കേട്ടാ. ഇത് X ഡിഗ്രിയും അത് എന്ത് മറ്റേ അപ്പുറത്തെ ആംഗിൾ എന്തോ ആയിക്കോട്ടെ, Y ഡിഗ്രിയും ആയിക്കോട്ടെ എന്ന് മനസ്സിലാക്കാം. അതുപോലെ നോക്ക്, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഈ ഇൻസ്ക്രൈബഡ് ആംഗിൾ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻസ്ക്രൈബഡ് ആംഗിൾ ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലെ. ഇവിടെ ഇൻസ്ക്രൈബഡ് ആംഗിൾ ഏതൊക്കെയാണ്? നോക്ക്, X അല്ലെ, Xും അതുപോലെ Yയും ആണ് എന്ത്? ഇൻസ്ക്രൈബഡ് ആംഗിൾ. നമ്മൾ ഇതിന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 2x ഡിഗ്രിയും 2y ഡിഗ്രിയും വരും. എന്ത് വരും? 2x ഡിഗ്രിയും 2y ഡിഗ്രിയും വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 2x ഡിഗ്രി 2y ഡിഗ്രി എന്ന് എഴുതാം അല്ലെ. 2x ഡിഗ്രി 2y ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്ക്, എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പ്രകാരം സെൻട്രൽ പാർട്ടും അതുപോലെ ലെഫ്റ്റ് സെൻട്രൽ പാർട്ടും റൈറ്റ് സെൻട്രൽ പാർട്ടും എന്താണ്? ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്ക്, എക്സ്റ്റീരിയർ ആംഗിൾ പ്രകാരം ലെഫ്റ്റ് സെൻട്രൽ പാർട്ട് എന്താണ്? നോക്ക്, ലെഫ്റ്റ് സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്
ലെഫ്റ്റ് സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 2x ഡിഗ്രി. എന്താണ്? 2x ഡിഗ്രി. ഓക്കെ. ഇനി അടുത്ത ആൾ ആരാണ്? റൈറ്റ് സെൻട്രൽ പാർട്ട് അല്ലെ? റൈറ്റ് സെൻട്രൽ പാർട്ട് ആരാണ്? ഈക്വൽ ടു എന്ത് തന്നെയാണ്? 2y ഡിഗ്രി തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് സംഭവം എത്ര ഉള്ളൂ? അതായത് നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയണ 2x + 2y നെ കൂട്ടണം. ലെഫ്റ്റില് കണ്ട ഇവിടെയുള്ള സെൻട്രൽ ആംഗിളിനെയും ഇവിടെയുള്ള സെൻട്രൽ ആംഗിളിനെയും നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്ത് വരും? 2x ഡിഗ്രി + 2y ഡിഗ്രി എന്ന് വരും. ഓക്കെ. ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു എന്ത് വരണം? ഇവിടെ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 2 അല്ലെ? രണ്ടവിടെയും 2 ഉണ്ട്. അപ്പൊ 2നെ പുറത്തെടുക്കുക. 2നെ പുറത്തിട്ടാ ബാക്കി x ഡിഗ്രി + y ഡിഗ്രി എന്നാവും. നമുക്ക് x + y എന്ന് എഴുതി വിടാം. ഓക്കെ. അപ്പൊ എന്താണ്? ഈക്വൽ ടു 2x + y അല്ലെ? y എന്നായി. c ഈക്വൽ ടു അപ്പൊ എന്ത് എഴുതാം? നോക്ക്. അങ്ങനെയാണെങ്കിൽ എന്താണ്? therefore നമുക്ക് എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം? 2നെ എടുത്തിട്ട് വെളിക്ക് കൊണ്ടുവരാം അല്ലെ? ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് സ്വാഭാവികമായും 2 എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ എന്ത് കിട്ടും? നോക്ക്. x + y ഈക്വൽ ടു എന്ത് കിട്ടി? 1/2 c എന്ന് കിട്ടി അല്ലെ? ഇതല്ലേ നമുക്ക് നമ്മുടെ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തിയറം. ഓക്കെ. നോക്ക്. എന്തെന്നെയാണ്? ഹെൻസ് ഈ പറയുന്ന എക്സിന്റെയും വൈന്റെയും കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ഹാഫ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ ഒരു സംഭവം വന്നു അല്ലേ? ഇല്ലെങ്കിൽ ഇതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ കിട്ടുന്നുള്ളൊരു ഇത് വന്നു. ഓക്കെ. അപ്പൊ എന്ത് ചെയ്താ? ഹെൻസ് എന്താണ്? IA ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ആണ്. ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതാണ്. ഈക്വൽ ടു എന്താണ്? ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിളിന്ന് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ അതെന്തായി? പ്രൂവ്ഡ് ആയി. ഓക്കെ. ഇത് ഒരു പ്രൂഫ് ഐഡിയ കേട്ടോ. ഇത് മനസ്സിലാക്കി വെക്കുക.